ലാൻഡ് സ്ലൈഡിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം നമുക്ക് ലാൻഡ് സ്ലൈഡും ഹസാർഡ് മാപ്പുകളൊക്കെ ഉണ്ടാക്കാം. കാരണം പ്രധാനമായിട്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ചരിവ് കൂടിയ ഭാഗം, പിന്നീട് മണ്ണിൻ്റെ ഘടന, അതുപോലെ തന്നെ പാറയുടെ സ്വഭാവം, അവിടുത്തെ വെജിറ്റേഷൻ കവറ്, പിന്നെ അത് അങ്ങനെ ഈ ലാൻഡുമായിട്ടും ടെറൈനുമായിട്ടും സ്ലോപ്പുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ജിയോളജിക്കലും ജിയോമോർഫോളജിക്കലുമായിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സ് അത് ഫിക്സഡ് ആണ്. ഒരു പ്രദേശത്തിന് അത് ഫിക്സഡ് ആണ്. അപ്പോൾ അതിന് അത്തരം ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ്, ചരിവ് ഒരു 20 ഡിഗ്രിക്ക് മേളിലുള്ള പശ്ചിമഘട്ട മലനിരകളിലെ എല്ലാ പ്രദേശവും ഒരുപോലെ ലാൻഡ് സ്ലൈഡിന് വണ്ടറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അതിന് പിന്നീട് ഓരോ മേഖലകളെയും എത്രത്തോളം അതിൻ്റെ വണ്ടറബിലിറ്റി കൂടുന്നു, ഇപ്പം മീഡിയം ഹസാർഡ് സോണ്, ഹൈ ഹസാർഡ് സോണ്, വെരി ഹൈ ഹസാർഡ് സോൺ എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ വർഗീകരണം ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആ ഒരു സ്ഥലത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സ്ലോപ്പ് ആംഗിള്, പ്ലാൻ കർവേച്ചർ, പ്രൊഫൈൽ കർവേച്ചർ, അതുപോലെ തന്നെ ഡ്രെയിനേജ് ഡെൻസിറ്റി, എത്രത്തോളം സ്ട്രീംസ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ പാരാമീറ്ററുകളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു കണ്ടീഷനിങ് ഫാക്ടർ അത് ബേസ് ചെയ്തിട്ടാണ് ഒരു ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഈ ലാൻഡ് സ്ലൈഡ് മാപ്പെന്ന് നമ്മൾ പറയുന്ന സാധനം നമ്മൾ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ്. അത് സ്റ്റാറ്റിക്കാണ്, ഓരോ പ്രദേശത്തിനും ഏറെക്കുറെ മാറാത്ത ഒരു സംഗതിയാണ്. അപ്പം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹൈ ഹസാർഡ് സോണും മീഡിയം ഹസാർഡ് സോണും ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മാപ്പ് ഉണ്ടെങ്കിൽ, പിന്നീട് ഇതിനെ ട്രിഗർ ചെയ്യുന്ന 2-3 ഘടകങ്ങളുണ്ട്. ട്രിഗർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് പൊടുന്നനെ ഉണ്ടാകുന്നതല്ല, ഓവർ ദി ടൈം അതിശക്തമായിട്ടുള്ള മഴ. അപ്പോൾ പ്രത്യേകിച്ചും പശ്ചിമഘട്ട മലനിരകൾ എടുത്തു കഴിഞ്ഞാൽ 90% അല്ലെങ്കിൽ 95%-ലധികം ലാൻഡ് സ്ലൈഡും ഉണ്ടാകുന്നത് പൊതുവെ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സമയങ്ങളിലാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു ട്രിഗറിങ് ആസ് ഫാർ ആസ് ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഈസ് കൺസേൺ. രണ്ടാമത്തെ ട്രിഗറിങ് എന്ന് പറയുന്നത് മാനുഷിക പ്രവർത്തനങ്ങളാണ്. ഇപ്പം നമ്മളിത് ഇപ്പം ഹൈവേ പണിയുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് നെറ്റ്വർക്ക് ഏറെക്കുറെ മൂന്നാർ ഇപ്പം ഗ്യാപ്പ് റോഡിൽ എന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള മാനുഷികമായിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് റോഡാകാം, മറ്റ് നിർമ്മാണങ്ങളാകാം, വീട് നിർമ്മാണമാകാം, സ്ലോപ്പിനെയൊക്കെ നിരത്തിക്കൊണ്ട് സ്ലോപ്പിനെ പരിഗണിക്കാതെ, അത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ വീട് നിർമ്മാണത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രൗണ്ട് ലെവൽ ചെയ്തിട്ടുള്ള, ആ ഗ്രൗണ്ടിനെ സ്ലോപ്പിനെ അനുസരിച്ചുള്ള വീട് നിർമ്മാണമല്ല നമ്മൾ പറയുന്നത്. അല്ല വേറെ ഒരു ഹോസ്പിറ്റലായാലും മറ്റ് കെട്ടിടങ്ങളായാലും സ്കൂൾ കെട്ടിടങ്ങളായാലും നമ്മൾ നിർമ്മിക്കുന്നത് ആദ്യമേ ഗ്രൗണ്ട് ലെവലാക്കിക്കൊണ്ടുള്ള നിർമ്മാണമാണ്. അപ്പോൾ ഇത്തരത്തിൽ അതൊക്കെ സ്ലോപ്പിനെയും അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലാണ് പല നിർമ്മിതികളും നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ, അതായത് സ്ലോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളില്ല. സ്ട്രീമുകളുടെ ഫസ്റ്റ് ഓർഡർ സ്ട്രീമുകളെ കട്ട് ചെയ്തും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓർഡർ സ്ട്രീമുകളെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം, ഇതെല്ലാമാണ് മറ്റൊരു ട്രിഗറിങ് കണ്ടീഷനായിട്ട് വരുന്നത്. പിന്നീടുള്ളത് ഈ എർത്ത്ക്വേക്സ് ആണ് ഒരു ട്രിഗറായിട്ട് വരുന്നത്. പക്ഷേ അത് നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ വളരെ കുറവാണ്, എർത്ത്ക്വേക്ക് ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ മുണ്ടകൈ പ്രദേശത്തുണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രധാന കാരണം, മുണ്ടകൈ പ്രദേശത്തല്ല, കഴിഞ്ഞ ഒരു 2015 ശേഷമുള്ള ലാൻഡ് സ്ലൈഡ് റിപ്പോർട്ട്, GSIയുടെ ഒക്കെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം നടന്നിട്ടുള്ള ഏതാണ്ട് 3700ഓളം ലാൻഡ് സ്ലൈഡിൽ 2200 മുകളിൽ ലാൻഡ് സ്ലൈഡ് കേരളത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. 2018 തന്നെ കോപ്പർനിക്കസിലുള്ള ഡേറ്റയൊക്കെ, ഈ അനൗദ്യോഗികമായിട്ടുള്ള ഡേറ്റയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2018 ഒരു വർഷം തന്നെ ഏകദേശം 4000ഓളം ലാൻഡ് സ്ലൈഡ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വയനാട്ടിൽ തന്നെ ഏകദേശം 260-260 ലാൻഡ് സ്ലൈഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ലാൻഡ് സ്ലൈഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ പലയിടത്തും കണക്കിൽപ്പെടാത്ത ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നു. ഇപ്പം ഉദാഹരണമായിട്ട് വനത്തിലുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ്, ഒരു മലവെള്ള പാച്ചിൽ വരുമ്പോഴായിരിക്കും എവിടെയെങ്കിലും വനത്തിനുള്ളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതലും ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകൾ മാത്രമേ നമ്മൾ പൊതുവേ അത് റെക്കോർഡ് ചെയ്യപ്പെടാറുള്ളൂ. പിന്നീട് നമ്മൾ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ വനത്തിന് ഉള്ളിലുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡും ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയും മറ്റുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലാൻഡ് സ്ലൈഡിനെ പ്രേരകമാകുന്ന ഘടകങ്ങൾ ഡിഫറൻ്റ് ആണ്. പല
സ്ഥലത്തും നമ്മൾ അസാഡ് സോണ്, ഹൈ അസാഡ് സോണ് വയനാട്ടിലും, ഇപ്പം വയനാട് ജില്ലയിൽ തന്നെ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് വയനാടിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് വയനാടിൻ്റെ ജില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ ഏകദേശം 25 മുതൽ 35% പ്രദേശം ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ആണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 25% ഭാഗം കിടക്കുന്നത് വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ്. വയനാടിൻ്റെ പടിഞ്ഞാറ് ബോർഡർ കോഴിക്കോടും മലപ്പുറവും കണ്ണൂരുമായിട്ട് ബോർഡർ പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ലാൻഡ് സ്ലൈഡ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ആ പ്രദേശം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് മേപ്പാടി, മൂപ്പനാട്, മേപ്പാടി, വൈത്തിരി തുടങ്ങി പൊഴുതന, വെള്ളമുണ്ട, അങ്ങനെ തിരുനെല്ലി വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു വെസ്റ്റേൺ ബെൽറ്റ് മൊത്തവും ഏകദേശം ആ ഭാഗങ്ങളിലെ 20-25% പ്രദേശങ്ങളും ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ബേസ് ഹാൻഡായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേളിലാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ മഴ വരുന്ന അവസരങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതൽ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രഡിക്ഷൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാക്റ്റായിട്ട് ഈ ലൊക്കേഷൻ എവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു പരിമിതികളുണ്ട്, ചില പരിമിതികളുണ്ട്. എന്നാൽ പോലും ഈ ഓരോ പ്രദേശങ്ങളുടെയും വൾണറബിലിറ്റി കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏറെക്കുറെ നമുക്കൊരു റീജിയണൽ സ്കെയിൽ വാർണിംഗ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും മഴയുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മഴയുടെ കണക്ക് മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് ആ ദിവസം ഉണ്ടാകുന്ന മഴ കൊണ്ട് മാത്രമല്ല, അതായത് ആ ദിവസത്തിന് മുന്നേ ഉണ്ടാകുന്ന മഴ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ വയനാട് ജില്ല കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള മഴ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ ആൻറ്റിസിഡൻറ്റ് റെയിൻഫാൾ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച കാലമായിട്ട് നമ്മുടെ വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു അതിശക്തമായിട്ടുള്ള ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മൺസൂൺ മഴപ്പാത്തി നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും മധ്യ ഇന്ത്യയിലൂടെ ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മൺസൂൺ മഴപ്പാത്തി, ആ മഴപ്പാത്തിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ചക്രവാത ചുഴികളും മറ്റും ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു മൺസൂണിൻ്റെ ഘടകമായിരുന്നു. അപ്പോൾ മൺസൂൺ സജീവ കാലഘട്ടത്തിൽ നിലനിൽക്കുകയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച കാലഘട്ടമായി. അതിൻ്റെ പാർട്ടായിട്ടാണ് എൻ്റയർ ഈ പറഞ്ഞ പോലെ കൊങ്കൺ ബെൽറ്റ്, നമ്മുടെ നോർത്തേൺ കേരളം തുടങ്ങി അങ്ങ് ഗോവ വരെയുള്ള മേഖലകളിൽ പലതരത്തിൽ വലിയ മഴകളും, അതോടൊപ്പം തന്നെ ഗോവയിലൊക്കെ പല AWS സ്റ്റേഷൻസും, നമ്മൾ രണ്ടാഴ്ചയായിട്ടുള്ള AWS സ്റ്റേഷൻസ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് പല AWS സ്റ്റേഷൻസും ക്ലൗഡ് ബസ്റ്റിന് തുല്യമായിട്ടുള്ള മഴ രേഖപ്പെടുത്തിയെന്നുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മളുണ്ടായ 29-ാം തീയതി മഴയുണ്ടായ അവസരത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ മേഖലയിൽ സാധാരണ 2 ആഴ്ച കിട്ടേണ്ട മഴയെക്കാട്ടിലും ഒരു 60-70% കൂടുതൽ മഴ കിട്ടിയ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ആ അവസരത്തിലാണ് അത്രയും മഴ മാത്രം മതി ഓരോ പ്രദേശത്തും, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ പിന്നീടാണ് ഈ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേക സ്വഭാവത്തിലേക്ക് വരുന്നത്. അപ്പം പ്രത്യേക സ്വഭാവം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്രദേശത്ത് സോയിൽ തിക്നെസ് കൂടുതലുള്ള, അല്ലെങ്കിൽ ബെഡ് റോക്കും ടോപ്പ് സോയിലും തമ്മിലുള്ള സോയിൽ ഡെപ്ത് കൂടുതലായിരിക്കും. ചില സ്ഥലത്ത് അത് 2 മീറ്റർ 3 മീറ്റർ ആണെങ്കിൽ ചില സ്ഥലത്ത് അത് 4 മീറ്റർ ആയിട്ട് മാറും. അപ്പം ഈ സോയിൽ ഡെപ്ത് ഒരു ഘടകമാണ്. ഈ മുണ്ടകയിലുണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ള ഒരു പർവ്വത മേഖലയാണ്. അതായത് ഒരു കാടായിട്ടുള്ള ഒരു വനപ്രദേശത്താണ് ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ ഓവർ ദി ഇയേഴ്സ് നമ്മളിപ്പം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചാലിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രെയിനേജ് ബേസിനായിട്ട് വരുന്ന ഇരവിഴിഞ്ഞി പുഴ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മേഖലയിലാണ്. അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ പല സ്ട്രീമുകളും ഈ ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വൾണറബിളായിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചറായിട്ട് വന്നത്. അപ്പം അവിടെ അതിനു മുമ്പ് ലഭിച്ച മഴയുണ്ട് ഈ സോയിൽ മൊത്തം സാച്ചുറേറ്റഡായി പണ്ട് കാലത്ത് മറ്റും നിലനിന്നിരുന്ന വൃക്ഷങ്ങളുടെ വേരുകളിലും മറ്റും അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതുവഴി ഇത്തരം വേരുകളിലൂടെ മറ്റും ഇറങ്ങുന്ന വെള്ളം കയറിയിട്ട് വെള്ളത്തിൻ്റെ സമ്മർദ്ദം, വാട്ടർ പ്രഷർ കൂടുന്നു, അതിന് ജലസമ്മർദ്ദം അവിടെ കൂടുന്നു. ഈ ജലസമ്മർദ്ദം കൂടുമ്പോഴാണ് അത് പൊട്ടിയിട്ട് ഒരു ലാൻഡ് സ്ലിപ്പായിട്ട് അല്ലെങ്കിൽ ഡെബ്രിസ് ഫ്ലോ അല്ലെങ്കിൽ ആയിട്ടാണ് അത് മാറുന്നത്. അത് ഡെബ്രിസ് സ്ലിപ്പായിട്ടും അല്ലെങ്കിൽ ഡെബ്രിസിൻ്റെ ഫ്ലോ ആയിട്ടും അത് മാറുന്നത്. അപ്പം പ്രധാനമായിട്ടും വയനാട് ജില്ലയിൽ കണ്ടുവരുന്ന ലാൻഡ് സ്ലൈഡുകളുടെ ഒരു
80% ഒന്നുകിൽ ഡ്രബിസ് സ്ലൈഡായിട്ട് മാറും, അല്ലെങ്കിൽ ഡ്രബിസിൻ്റെ ഒരു ഫ്ലോ ആയിട്ട് വരുന്ന തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകളാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഒരു മാനുഷിക പ്രവർത്തനങ്ങൾ കൂടിയേ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാനുഷിക പ്രവർത്തനങ്ങൾ നടക്കാത്ത ഉൾക്കാടുകളിൽ വരെ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലാൻഡ് സ്ലൈഡിൻ്റെ കാരണം അത് ഓവർ ദി ഇയേഴ്സ് നമ്മൾ വെസ്റ്റേൺ ഗാട്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓവർ ദി ഇയേഴ്സ് ഇത്തരം ലാൻഡ് സ്ലൈഡിലൂടെയാണ് ഒരു 60 മില്യൺ വർഷം എടുത്ത് നമ്മുടെ മൺസൂൺ മഴ കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ളൊരു ഗാഡ്സാണ് നമ്മുടെ ലാൻഡ് ഫോം എല്ലാം ഈ മഴയിലൂടെ നമ്മുടെ പാറയും മറ്റും ഇറോഷന് വിധേയമായിട്ട്, സോയിൽ ഇറോഷന് വിധേയമായിട്ട് ഇങ്ങനെ ഈ മൺസൂൺ മഴയിൽ ഉണ്ടായ ഒരു ലാൻഡ് ഫോമാണ് ഈ വെസ്റ്റേൺ ഗാഡ്സും അതിൻ്റെ താഴെയുള്ള നിരപ്പായ പ്രദേശങ്ങളും. അപ്പം ലാൻഡ് സ്ലൈഡ് പണ്ട് കാലം തൊട്ടേ ഒരുപക്ഷെ മനുഷ്യനുണ്ടാകുന്നതിന് മുന്നേ തൊട്ടേ ലാൻഡ് സ്ലൈഡും മറ്റും ഉണ്ടായിട്ടാണ് ഈ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ട മേഖലയുടെ ലാൻഡ് ഫോമൊക്കെ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണമെങ്കിൽ മഴ മാത്രമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പം മാനുഷിക പ്രവർത്തനങ്ങൾ അവിടെ വില്ലനായിട്ട് വരുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ ഈ മഴയോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സ്ലോപ്പ് കട്ടിങ്, വൃക്ഷങ്ങൾ, നമ്മുടെ നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് പ്ലാന്റേഷൻ, മോണോക്രോപ്പിംഗ് കൾച്ചറിലേക്ക് മാറുന്നു. ഇതൊക്കെ ഇപ്പം വൃക്ഷങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ഫോറസ്റ്റ് കവർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് ഇലയുടെ ഈ കനോപ്പിയുടെ ഡെൻസിറ്റി നോക്കിയിട്ടാണ് പറയുന്നത്. കനോപ്പിയുടെ ഡെൻസിറ്റി വലിയ തോതിൽ പ്ലാന്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇലകളുടെ സാന്ദ്രത കൂടും. അതൊക്കെയാണ് നമ്മുടെ ഫോറസ്റ്റ് കവറായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. പക്ഷേ അതേപോലെ നമ്മുടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു 10, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിബിഡമായിട്ടുള്ള വനമേഖലകളിലെ നേറ്റീവായിട്ടുള്ള വൃക്ഷങ്ങൾ മൊത്തം വെട്ടി നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാന്റേഷൻ കൾച്ചറിലേക്ക് പോകുന്നത്. അപ്പം ഒരുപക്ഷെ വനമേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നില്ലെങ്കിൽ പോലും അതിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ടോയ് കട്ടിങ് എന്ന് പറയും. അപ്പം താഴെയുള്ള നമ്മൾ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മേടിലടിച്ചില്ലെങ്കിലും ചിലപ്പം കാലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ താഴെ വീഴുമെന്ന് പറയുന്ന പോലെ അതിൻ്റെ വനത്തിൻ്റെ അല്ലെങ്കിൽ മലയുടെ മുകളിൽ വലിയ എന്താ പറയുന്നത് ഒരു മാനുഷിക പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ താഴെയുള്ള പ്രവർത്തനങ്ങൾ പോലും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ലാൻഡ് സ്ലൈഡിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലഡ് വരുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിൽ ഒരു മാനുഷിക പ്രവർത്തനങ്ങളും ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തന്നെയല്ല കാരണം. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യവാസമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യരെത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള വനമേഖലയാണ്. അപ്പോൾ അവിടെയാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റ് മാനുഷിക പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു 10%, 20% ഒക്കെ ഇതിനെ കൂടുതൽ ട്രിഗർ ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. പിന്നീടാണ് ഈ ലാൻഡ് സ്ലൈഡിനേക്കാളിലും കൂടുതൽ നമ്മളിപ്പം മുണ്ടകയെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് ആ ഭാഗത്തെ സ്റ്റീപ്പ് ടെറൈനാണ്. സ്റ്റീപ്പ് ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറൈൻ ഹൈറ്റ്, മാക്സിമം ഈ റിലീഫ്, ലാൻഡിൻ്റെ റിലീഫ് എന്നൊക്കെ പറയും. അതായത് മാക്സിമം ഹൈറ്റ് മിനിമം ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസം. അതിനനുസരിച്ചാണ് ഈ ഇതിൻ്റെ സ്റ്റീപ്നെസ് കൂടുന്നത്. സ്റ്റീപ്നെസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഈ പറഞ്ഞ പോലെ ജലസമൃദ്ധമായിട്ട് പാറയും മണ്ണും കൂടിക്കലർന്ന ആ ഒരു ഘടകത്തെ താഴോട്ട് വലിച്ചുകൊണ്ട് വരുന്നത് ഗ്രാവിറ്റിയാണ്. ഈ ഗ്രാവിറ്റിയിലെ പുള്ള് കാരണം താഴോട്ട് വരുന്നത് സ്റ്റീപ്നെസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടും, കൂടുതൽ മാസ് ഫ്ലോ ചെയ്യും, അത് കൂടുതൽ ഏരിയയിലേക്ക് മാറും. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റീപ്നെസ് ഒരു പരിധി വരെ അത് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഓരോ പ്രദേശത്തിനും ഓരോ ഘടകങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റീപ്നെസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മുണ്ടകയ്ക്ക് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഡെബ്രി ഫ്ലോ മുണ്ടകയിൽ തുടച്ച് നീക്കിക്കൊണ്ടാണ് കടന്നുപോയത്. അതുപോലെ വെള്ളാർമല വന്നു. അവിടെ ഒരു സ്കൂള് നിന്നതുകൊണ്ട് മാത്രം കുറേ കെട്ടിടങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഇരവിഴിഞ്ഞി പുഴ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്ന പാത്തിൽ നിന്ന് മാറി മറ്റൊരു പാതയിലൂടെ പോയി. അതിനുശേഷം സൂചിപ്പാറ വഴിയാണ് താഴെ ഈ പറഞ്ഞ പോലെ നിലമ്പൂർ വരെ മൃതദേഹങ്ങൾ എത്തിയത്. അപ്പോൾ അവിടെ അത്രയും സ്റ്റീപ്നെസ്സിലുള്ള വെലോസിറ്റി, അതായത് സ്പീഡ്, സ്ട്രീമിൻ്റെ സ്പീഡ്, അപ്പോൾ ഈ സ്ട്രീം ഡെൻസിറ്റി ആ ഭാഗത്ത് വളരെ കൂടുതലാണ്.
അതും ഈ ഈ ലാൻഡ് സ്ലൈഡിനെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാൻഡ് സ്ലൈഡ് മൂലം ഉണ്ടായ മാക്കി എഫക്റ്റ്, ആ ഡെബ്രി ഫ്ലോയുടെ പാർട്ടായിട്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കൂടാൻ ഈ സ്റ്റീപ്നെസ് വളരെ വലിയൊരു ഘടകമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് GSI റിപ്പോർട്ടിൽ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ലാൻഡ് സ്ലൈഡുകളിലെ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡുകളുടെ നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഈ നമ്പർ ഓഫ് കാഷ്വാലിറ്റി എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിലുമാണ്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥാപരമായിട്ട് വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ ഒരു 10 വർഷം, ഒരു ഡെക്കേഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ മഴമാപിനികളുടെ എണ്ണമൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പം വയനാട് കേന്ദ്രീകരിച്ച് ഹ്യൂം സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടും ക്യുസാറ്റാണ് അതിന് കൊടുക്കുന്നത്. അപ്പം അവരുടെ ആഭിമുഖ്യത്തിൽ 200-ൽ പരം റെയിൻ ഗേജ് സ്റ്റേഷൻസ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റെയിൻ മോണിറ്ററിംഗ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ റെയിൻ ഗേജിലാണ് ഈ മേഖലയിൽ മൂപ്പനാട് തൊട്ട് ഈ പറഞ്ഞ പോലെ അവിടെ പടിഞ്ഞാറത്തറ മാത്രമാണ് ഒരു AWS സ്റ്റേഷനുള്ളത്. അതിൽ പോലും ഒരു ലഘുമേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന 2 മണിക്കൂറിൽ 5 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ കിട്ടിയ റെയിൻ ഗേജ് സ്റ്റേഷനുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ മഴ ഒരു പക്ഷേ മേപ്പാടിലായിരിക്കും കിട്ടുക. അപ്പോൾ മേപ്പാടിലെ റെയിൻ ഗേജ് സ്റ്റേഷൻസൊക്കെ അവരുടേത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് 370 മില്ലിമീറ്ററും 48 മണിക്കൂറിൽ 572 മില്ലിമീറ്ററും മഴ ലഭിച്ച റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ 2018 ശേഷം രൂപം കൊണ്ടിട്ടുള്ളതാണ്. അത് സ്വയം ഒരു ഫോർമൽ മെക്കാനിസം ഇല്ലാതെ രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം മീനച്ചിൽ റിവർ ബേസിന് വന്നു കഴിഞ്ഞാൽ മീനച്ചിൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തിലുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. ചാലക്കുടി റിവർ ബേസിന് എടുത്തു കഴിഞ്ഞാലും ഉണ്ട്, ചാലിയാർ റിവർ ബേസിന് എടുത്തു കഴിഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2018 ശേഷം ഇത്തരം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഈ ഹ്യൂം സെൻറ്റർ തന്നെ ഒരു ദിവസം മുന്നേ ഇത്തരം ഈ മഴയുടെ അതാ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആൻറ്റിസിഡൻറ്റ് റെയിൻഫാൾ കൂടി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ മാത്രം പരിഗണിച്ചുകൊണ്ട് ഹ്യൂം സെൻറ്റർ പല മേഖലയിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ അതോറിറ്റികളെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പറയുന്നത്. അപ്പം ഒരു ബോട്ടം അപ്രോച്ചിലൂടെ മാത്രമേ, അതായത് ജനകീയമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പങ്കാളിത്ത ജനകീയ ദുരന്ത നിവാരണ മാർഗങ്ങളിലൂടെ മാത്രമേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് 2017 ലോക്കി 2018 പ്രളയം വന്നപ്പം തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇനിയും ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് കൊണ്ട് നമുക്ക് ഈ ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു പങ്കാളിത്ത മേഖലയിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ പങ്കാളിത്തത്തോടെ മാത്രമേ പറഞ്ഞ പോലെ ഇത്തരം ദുരന്തങ്ങളെ കുറഞ്ഞ പക്ഷം നമുക്ക് ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സിസ്റ്റം അവിടെ നിലവിലുണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ ഇത്തരത്തിൽ ഒരു പങ്കാളിത്ത ജനകീയ ദുരന്ത നിവാരണ പദ്ധതിയിലൂടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ദുരന്ത നിവാരണ പ്ലാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ വളർത്തിയെടുത്തേക്കേണ്ടതായിട്ടുള്ളത്.